ആദ്യമായിട്ട് MDMA ഉപയോഗിച്ച് എൻ്റെ നാട്ടിലെ കൂട്ടുകാർ സിദ്ദീഖ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഞാൻ കൊല്ലും, കൊല്ലും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊല്ലും തന്നെ തന്നെ നിലത്തിട്ട് ചവിട്ടുന്നത്. ഞാൻ എന്തായാലും ഇതിന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊരു 22 വയസ്സ് വരെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിരുന്നില്ല. ഒരു ദിവസം 2021 ലാസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി കോഴിക്കോട് ബീച്ച് വരെ പോയി. നാട്ടിലെ ഫ്രണ്ട്സ് തന്നെ. എനിക്ക് വണ്ടികളെ പരിപാടി എപ്പോഴും ഫ്രീ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കണം. അന്ന് ബീച്ചിലൊരു ഞായറാഴ്ച പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു. എനിക്കറിയില്ല, MDMA വേറെ സാധനം കണ്ടിട്ടില്ല അത്രയും കാലമായിട്ട്, അന്ന് കണ്ടില്ല. അങ്ങനെ ഇവരെന്നോട് പറഞ്ഞ്, സമയം ഇത് ചെറിയൊരു സാധനമാണ്, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ധൈര്യകാരം, ഭയങ്കര കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ക്ലാസ് എടുത്തു തന്നു. അപ്പോൾ എനിക്ക് വേണ്ട എന്ന് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് പിന്നെ ഇതിങ്ങനെ നിർബന്ധിച്ച് ഞാനത് ഉപയോഗിപ്പിച്ച് പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച് ടെസ്റ്റ് എന്നോട് പറഞ്ഞാൽ എന്താ ഇത് അഡിക്ഷൻ ആവുമൊന്നുമില്ല, ഇപ്പോൾ ഒന്ന് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാ കാര്യം അറിയണത് നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത്. പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാറിലിരുന്ന് ഉപയോഗിച്ചു. പിന്നെ ഞങ്ങൾ ബീച്ചിലിറങ്ങി നടക്കും. എന്നോട് പറഞ്ഞു ഒരു സിഗരറ്റ് വലിക്കണം. ഞാൻ സിഗരറ്റ് പോലും വലിക്കാൻ, ഇങ്ങനെ സ്മെല്ല് തന്നെ എനിക്ക് പറ്റില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു സിഗരറ്റ് ഒന്ന് വലിക്കുക, ഇത് ഭയങ്കര സ്മൂത്ത് ആയിക്കാരം, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കാൻ അറിയില്ല, ഒന്ന് വലിച്ചു കാരണം സിഗരറ്റ് ഒന്ന് വലിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചത് MDMA, അത് കഴിഞ്ഞ് പിന്നെ സിഗരറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ അവിടെ നാട്ടിൽ നിന്ന് എന്നോട് പറഞ്ഞ് ഇത് നമ്മൾ തമ്മിൽ 3 ആൾ മാത്രമേ അറിയുള്ളൂ, വേറെ ആരും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ നടന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇവരെന്നെ അത് നാട്ടിൽ ഓരോരുത്തർ ഗ്യാങ്ങിലൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി ആവാൻ തുടങ്ങി. പിന്നെ ഇത് അഡിക്ഷൻ ആവില്ല എന്ന് വെറുതെ പറയുകയാണ്, അഡിക്ഷനായി. ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ധൈര്യമായിരുന്നു. സെക്കൻഡ് ഘട്ടം എന്ന് പറഞ്ഞാൽ സംശയം വരിക. നമ്മൾ ഉപയോഗിച്ച് എനിക്കിത് പിന്നെ ഇല്ലാതെ എനിക്ക് കഴിയാതായി. അപ്പോൾ ഇന്ന വീട്ടുകാർക്കും നാട്ടുകാർക്കും ആർക്കും പിന്നെ വേണ്ട. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഈ ലാസ്റ്റ് എല്ലാവരും കയറെടുക്കുക അല്ലെങ്കിൽ ബ്ലേഡ് വെക്കുക അല്ലെങ്കിൽ ട്രെയിനിൻ്റെ മുന്നിൽ പോയി നിൽക്കുക, ഒരുപാട് നടക്കണം. അതങ്ങനെയാണ്. അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ അവിടെ കൊടുത്തപ്പോൾ അവരെ ഹസ്ബൻഡും വൈഫും ഒരുമിച്ചിരുന്നടിച്ച്. പിന്നെ ആങ്ങളും പെങ്ങളും അടിക്കും. പിന്നെ ഒരു വീട്ടിൽ ഉപ്പടിക്കും, മക്കളും അടിക്കും. അത് അവർ തമ്മിൽ അറിയില്ല, ഇപ്പോൾ അറിയുന്നുണ്ടാവും. ഒരുപാട് കുടുംബങ്ങൾ തെറ്റിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഡൈവോഴ്സ് ആയിട്ടുണ്ട് ഈ കാരണം സംശയം. എൻ്റെ വൈഫ് ആരുമായിട്ട് ബന്ധമുണ്ട്, സംശയം തോന്നുകയാണ്. ഞാൻ റിപ്പോർട്ടർ ചാനലിൽ എൻ്റെ വെളിപ്പെടുത്തി ഞാൻ എൻ്റെ കൂട്ടുകാരനായിരുന്നു എന്നെ ഇത് ഉപയോഗിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ഇതുവരെ ആരും പേര് വെളിപ്പെടുത്തിയിട്ടില്ല, ഇനി വെളിപ്പെടുത്തില്ല എന്നാണ് ഞാൻ എല്ലാവരും പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കൂട്ടുകാരന് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം അവൻ്റെ നേരെ ഇക്കാക്ക് എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി. എന്നെ ഞാൻ അങ്ങനെ ആക്കും തല്ലു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിട്ട്. ഇന്ന് ഒരു വൈകിട്ട് ഞാൻ അവിടെ ബാർബർ ഷോപ്പിൽ മുടി വെട്ടാൻ ഇരിക്കുന്ന ടൈമിൽ ഈ പറഞ്ഞ എന്നെ ആദ്യമായിട്ട് MDMA ഉപയോഗിച്ച് എൻ്റെ നാട്ടിലെ കൂട്ടുകാർ സിദ്ദീഖ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അവൻ്റെ മൂത്ത ഇക്കാക്ക അൻസാർ എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് നിസാമ ഇവിടെ പറഞ്ഞു, ഇതിൻ്റെ സിദ്ദീഖിനായിട്ട് എന്താ പ്രശ്നം, എന്തിനാ ചാനലിൽ എന്തിനാ സിദ്ദീഖിനെ പറ്റി പറഞ്ഞു. നമ്മുടെ സിദ്ദീഖിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല എന്ന് തുടങ്ങിയപ്പോൾ ഇവന്നെ അടിച്ചു. അവൻ്റെ അരയിൽ എന്തോ ഒരു കമ്പി എടുത്ത് ഇത് മൂർച്ചുള്ള എന്തോ സാധനം കൊണ്ട് ഇന്നെ തലക്കടിച്ച് ഇന്നെ നിലത്തിട്ട് ചവിട്ടി. അപ്പോൾ ലാസ്റ്റ് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊല്ലും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊല്ലും തന്നെ നിലത്തിട്ട് ചവിട്ടുന്നത്. ഞാൻ എന്തായാലും ഇതിന് പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഈ ചെയ്ത പോലെ തന്നെ ഇതിനെതിരെ ഞാൻ മുന്നോട്ട് തന്നെ പോകും.